നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡിൻ്റെ അളവ് അഥവാ Hbയെ പറ്റിയിട്ടാണ്. ഇന്ന് നമ്മൾ ഉൾപ്പെടുന്ന ജനതകളിൽ മിക്കവർക്കും ഉള്ളൊരു ഡെഫിഷ്യൻസിയാണ് Hb എന്ന് പറയുന്നത്. അതായത് ബ്ലഡിൻ്റെ അളവ് കുറയുക. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ലൈഫിലേക്ക് ചേഞ്ചായി. മിക്കതും നമ്മൾ അതിനോട് കുഴപ്പമില്ല, പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ വീട്ടിലെ ഭക്ഷണം നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തണം. അതായത് മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്കറികൾ, അതായത് ചീരയിലൊക്കെ കൂടുതൽ Hb കൂട്ടാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ചീര, ഇലവർഗ്ഗമാണ് ചീര എന്ന് പറയുന്നത്. ചീരയൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യണേ ഇല്ല. പല വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കഴിക്കാൻ ആരും മുതിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെയാണ് മറ്റേ വഴുതനങ്ങ, അതുപോലെ മാതള നാരങ്ങ, ഫ്രൂട്ട്സിൽ മാതള നാരങ്ങ, ഉണക്കമുന്തിരി, അതുപോലെ തന്നെ പച്ചക്കറികളിൽ പറയുമ്പോൾ ചീര, മുരിങ്ങയില നല്ലതാണ്. പിന്നെ ബീട്രൂട്ട്, അതൊക്കെ ഏറ്റവും നമുക്ക് പെട്ടെന്ന് നമ്മുടെ Hb ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറികളാണ്. പക്ഷെ നമ്മളിതൊന്നും കഴിക്കുന്നില്ല. നമ്മൾ എണ്ണയിൽ വറുത്തും പൊരിച്ചും നമ്മൾ വീട്ടിലാണെങ്കിലും അത് തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ നമ്മൾ പച്ചക്കറി എന്നുള്ളത് നമ്മൾ ജീവിതശൈലിയിൽ നിന്ന് തന്നെ നമ്മൾ ഒഴിവാക്കണം. ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, വാട്ടി കഴിക്കുക, അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് Hb ബ്ലഡിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ Hb ഇപ്പം കൂടിയില്ല, ഇപ്പം അങ്ങനെ കുറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന്. Hb കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വഴി കൂടെ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ തുമ്മിപ്പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് ആ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് എത്താൻ സഹായിക്കും ഈ Hb കുറവ് ഉള്ളത്. അപ്പം ഏത് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, നമ്മൾ ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ബോഡി വീക്കാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ Hb ലെവൽ കുറവാണെങ്കിൽ നമുക്ക് ഏത് ഇൻഫെക്ഷനും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തപ്പെടും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെപ്പോഴും മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ബ്ലഡിൻ്റെ അളവ്, Hb, അതായത് ബ്ലഡ് റൂട്ടീൻ നോക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്ലേറ്റ്ലെറ്റ് ഉൾപ്പെടെ നോക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് നമ്മുടെ ബോഡിയുടെ ഏതൊക്കെ കുറവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്കത് കൂട്ടാനായിട്ട് സഹായിക്കും. ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പച്ചക്കറികളിൽ നിന്നൊക്കെ നമ്മൾ ബ്ലഡ് ഉണ്ടാക്കാനായിട്ട് മാക്സിമം നോക്കാം. അല്ല പിന്നെ നമ്മൾ ആയുർവേദത്തിൽ തിരിയുകയാണെങ്കിൽ നമുക്ക് ദ്രാക്ഷാരിഷ്ടം, ലോഹാസവം എന്ന് പറഞ്ഞ 2 മരുന്നുകളുണ്ട്. ആ 2 മരുന്നുകളും പെട്ടെന്ന് തന്നെ നമുക്ക് Hb കൂട്ടാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഏറ്റവും വീക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ Hb ലെവൽ ഏറ്റവും വീക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദ്രാക്ഷാരിഷ്ടം, ലോഹാസവം, ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, ലോഹാസവം എന്ന് പറഞ്ഞാൽ അയണിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ Hb ലെവൽ കൂട്ടും. അപ്പോൾ 15 മില്ലി ദ്രാക്ഷാരിഷ്ടം സമം തന്നെ ലോഹാസവം 15 മില്ലി തന്നെ. അഡൾട്ട്സിന് അങ്ങനെയാണ്. അപ്പം മിക്സ് ചെയ്യുക. കുട്ടികൾക്കും കൊടുക്കാം. 5 to 10 മില്ലിയാണ് കുട്ടികൾക്ക്. 5 ml ഒക്കെയാണ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ മുതിർന്നവരാകുമ്പോൾ നമ്മളൊരു 15 മില്ലി എടുക്കുക, ദ്രാക്ഷാരിഷ്ടം എടുക്കുക, 15 മില്ലി ലോഹാസവം എടുക്കുക, മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഒരു നേരം കഴിക്കുക. അപ്പോൾ ഭക്ഷണശേഷം കഴിക്കുക. അപ്പം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, Hb ലെവൽ നമുക്ക് പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും ലോ ലെവലാണെങ്കിൽ നമുക്ക് ഭക്ഷണവും ഒപ്പം തന്നെ ഈ മരുന്നും കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് Hb ലെവൽ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു അന്നഭേരി സിന്ദൂരം എന്ന് പറഞ്ഞിട്ടുള്ള, എൻ്റെ ചെറുപ്പത്തിലൊക്കെ തന്നിട്ടുണ്ട്. അന്നഭേരി സിന്ദൂരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്. അപ്പോൾ അത് ആയുർവേദം തന്നെയാണ്. അത് പെട്ടെന്ന് Hb കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ. നമ്മൾ ടേസ്റ്റ് നോക്കാണ്ട് നമ്മൾ പെട്ടെന്ന് Hb കൂടണം എന്നുള്ളൊരു ഇതിൽ നമ്മുടെ ആരോഗ്യമാണല്ലോ നമുക്ക് വലുത്. അല്ലാണ്ട് നമ്മൾ അപ്പോൾ ടേസ്റ്റിനുള്ള മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം ഒരു കടി കടിച്ചിട്ട് ബാക്കി ഒന്ന് കുഴിച്ചിട്ട് ഈ അന്നബേരി സിന്ദൂരം ഒരു പൊടിയാണ്, അതൊരു ഇത്രയ്ക്ക് ഒരു കൈൻ്റെ തുമ്പ് ഇത്രയ്ക്ക് മതി. അത് ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട്
അത് കഴിക്കാം. എന്നിട്ട് കഴിച്ചിട്ട് ആ ഒരു ഇത് കഴിക്കുമ്പോൾ നല്ല ചവർപ്പാണ്. എന്നിട്ട് ബാക്കിയുള്ള പഴം കഴിക്കുക. അതായത് അത് നേന്ത്രപ്പഴം ആയിക്കൊണ്ടില്ല, ചെറുപഴമോ എന്തിലും നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. എന്തിൽ വേണമെങ്കിലും അത് നമുക്ക് കഴിക്കാം. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ്, രുചി നമ്മുടെ വായേന്ന് ആ രുചി മാറിക്കിട്ടും. അപ്പോൾ ഭയങ്കര ചവർപ്പാണ് എന്ന് വെച്ചാലും അത് ഭയങ്കര ഗുണമാണ്. അതുപോലെ തന്നെ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴത്തിൻ്റെ സത്ത്. ഈന്തപ്പഴം വെറുതെ കഴിക്കുന്നത് നല്ലതാണ്. അഥവാ ഈന്തപ്പഴം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ സത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ സത്ത് 1 ടീസ്പൂൺ വീതം 2 നേരം ഭക്ഷണശേഷം കഴിച്ചു കഴിഞ്ഞാൽ എച്ച് ബി മാത്രമല്ല, നമുക്കൊരു ശരീരപുഷ്ടിയൊക്കെ ഇല്ലാത്തവർക്ക് അത് കൂടാനും സഹായിക്കുന്ന ഒരു സാധനമാണ് ഈന്തപ്പഴത്തിൻ്റെ സത്ത്. അല്ലെങ്കിൽ ഈന്തപ്പഴം തന്നെ വെറുതെ കഴിച്ചാൽ മതി, അത് നമുക്ക് HB ലെവല് പെട്ടെന്ന് കൂടാൻ സഹായിക്കും. അതുപോലെ തന്നെ നെല്ലിക്ക വിറ്റാമിൻ സിയുടെയും കലവറയാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് കൂട്ടാനും സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ഇതാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വഴുതനങ്ങ നന്നായിട്ട് കഴിക്കുക. ചീര നമുക്ക് ഡൈജഷനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് HB പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഇലവർഗ്ഗം എന്ന് പറയുന്നത് ചീരയാണ്. അപ്പോൾ ചീര നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും ചീര നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. വഴുതനങ്ങ തോരനുണ്ടാക്കി കഴിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നല്ലതാണ്. അപ്പോൾ നമുക്ക് ബ്ലഡും കൂടും. ബ്ലഡ് കൂട്ടാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളത് മാസം തോറുമോ അല്ലെങ്കിൽ 2 മാസം എത്തുമ്പോഴൊക്കെ നമ്മുടെ ബ്ലഡിൻ്റെ ലെവലും ടോട്ടൽ ബ്ലഡ് റുട്ടീനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ബോഡി ഹെൽത്തി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ലിവറിൻ്റെ ടെസ്റ്റ്, കിഡ്നിയുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്നിരുന്നാൽ കൂടിയും ബ്ലഡിൻ്റെ അളവ് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കണം. കാരണം ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇൻഫെക്ഷനും പെട്ടെന്ന് വരാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് അത് മാറ്റാനായിട്ടും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടേണ്ടി വരും. HB കുറവാണെങ്കിൽ വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് സിവിയർ ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് നമുക്ക് ബ്ലഡ് കുറവാണെങ്കിൽ. അപ്പോൾ ബ്ലഡ് കൂട്ടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ഇലവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ കൂടുതൽ ഡേ ലൈഫിൽ ഉൾപ്പെടുത്തുക. ഒപ്പം തന്നെ നമുക്ക് അത്രയും ഡൗൺ ആണെങ്കിൽ നമുക്ക് ഈ ആയുർവേദ മരുന്നുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് തിരിയാം. ദ്രാക്ഷാരിഷ്ടം ലോഹസവൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഇംഗ്ലീഷിൽ ഡെക്സ് ഓറഞ്ച് പോലെയുള്ള മരുന്നുകളൊക്കെ നല്ലതാണ്. എങ്കിൽ കൂടിയും നമ്മൾ ആയുർവേദം പെട്ടെന്ന് നമുക്ക് ബ്ലഡ് കൂട്ടാനായിട്ട് സഹായിക്കും. അത് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, ദ്രാക്ഷാരിഷ്ടം ലോഹാസമൊക്കെ. പക്ഷെ നമുക്കൊരു 2-3 മാസമൊക്കെ അത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ HB കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ സഹായിക്കും. മനസ്സിലായി? അത് നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഡൗൺ ആവുമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഡേ ലൈഫിൽ നമ്മൾ HB കൂട്ടാനുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമുക്ക് കൈപ്പയ്ക്കൊക്കെ നല്ലതാണ്. പക്ഷെ കൈപ്പയ്ക്ക പലർക്കും ഇഷ്ടമുണ്ടാവില്ല, കയ്പ്പൊക്കെ കാരണം. എന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാതെ അതിപ്പോൾ ആ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയിട്ടുള്ള സബ്സ്റ്റൻസൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിലെത്താൻ നോക്കാം. അതുപോലെ ഈന്തപ്പഴം ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നമ്മൾ അതിൻ്റെ സത്ത് വാങ്ങിയിട്ട് കഴിക്കുക. അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെയാണോ അതിൻ്റെ വേറെ രൂപത്തിൽ കഴിക്കാൻ പറ്റണേ അങ്ങനെ കഴിക്കാം. എങ്ങനെ പോയാലും അത് നമ്മുടെ ഉള്ളിൽ ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പച്ചക്കറികൾ എനിക്ക് പറയാനുള്ളത് പച്ചക്കറികൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക. അത് നമുക്ക് ഫൈബർ കണ്ടൻറ്റുമാണ്, നമുക്ക് പ്രതിരോധം തരും. മീറ്റുകളൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ കണ്ടൻറ്റാണ്, നമ്മുടെ ബോഡി ബിൽഡപ്പിന് നല്ലതാണ്, ഒക്കെ സത്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ ഒപ്പം നമ്മൾ പച്ചക്കറികളും കഴിക്കാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഹോട്ടലിലാണെങ്കിലും നമുക്ക് നോൺ തരുമ്പോൾ ഒപ്പം അരിഞ്ഞു വെച്ച സവാള, അതുപോലെ കുക്കുംബർ,
സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇത് മാത്രം കഴിച്ച് പോരരുത്. നമ്മളപ്പോൾ അരിഞ്ഞു വെച്ചത് കഴിക്കുക. ഒപ്പം മറ്റേ അച്ചാർ, നാരങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ നാരങ്ങയുടെ ഇത്തിരി കഴിക്കുക. അപ്പോൾ നമുക്ക് പ്രതിരോധം കിട്ടും. നാരങ്ങയൊക്കെ വളരെ നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ കഴിച്ചതിൻ്റെ മടുപ്പും മാറ്റും, നമുക്കൊരു പ്രതിരോധം ഉണ്ടാവും. അപ്പോൾ നാരങ്ങ ഒന്ന് കഴിക്കുക. അതുപോലെ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ അത് നമ്മൾ ഒഴിവാക്കാണ്ട് അത് കഴിക്കുക. അതുപോലെ അതിൽ തന്നെയുള്ള വേപ്പിലയൊക്കെ ഇപ്പോൾ വിഷം അടിച്ചിട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിലുള്ള വേപ്പിലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. എങ്കിൽ കൂടിയും നമ്മൾ വേപ്പില കളയാതിരിക്കുകയാണ് നല്ലത് എവിടെയാണെങ്കിലും. അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ വേപ്പില കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഹരിവേപ്പിലയുടെ ഇലയൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിനുള്ള ഡോട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല 2-3-4 ഇല ദിവസം നമ്മുടെ വീട്ടിൽ ആര്യവേപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 3-4 ഇല എടുത്തിട്ട് നമ്മൾ കടിച്ച് തിന്നുക. എന്നിട്ട് ഇത്തിരി വെള്ളം കുടിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ രുചി ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി തേനൊക്കെ കഴിക്കാം. അതുപോലെ നമുക്ക് എന്താ പറയുക, നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ടിരിക്കാനും അതുപോലെ ഇത്തിരി തടി വയ്ക്കാനൊക്കെ ഉള്ളവർ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ വേണമെന്നില്ല, 1 ടീസ്പൂൺ എടുത്തിട്ട് രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും മാറും. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി തടി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ നെയ്യിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, നമുക്ക് ദോഷമുള്ള ഒരു ഫാറ്റല്ല അതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് നെയ്യ് കഴിക്കുന്നത്. പിന്നെ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അധികവും ആയുർവേദ ഡോക്ടേഴ്സ് ആണെങ്കിലും നെയ്യ് പ്രിഫർ ചെയ്യില്ല. കാരണം ഇപ്പോൾ ചൊറിച്ചിൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിയിട്ടേ നെയ്യ് കഴിക്കാനായിട്ട് പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നെയ്യ് ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു ചൊറിച്ചിലോ സ്കിന്നിൻ്റെ ആ പ്രശ്നത്തെ ഒത്തിരി കൂട്ടും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവർ ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ ചിക്കനും കോഴിയുടെ മുട്ടയും ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ചിക്കനും കോഴിയുടെ മുട്ടയും ഒഴിവാക്കുക. അതുപോലെ തന്നെ അതിന് പകരം താറാവിൻ്റെ മുട്ട നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. പിന്നെ പൈൽസ് ബുദ്ധിമുട്ടുള്ളവർക്കും താറാവിൻ്റെ മുട്ട നല്ലതാണ്. അപ്പം ചിക്കൻ എന്തായാലും ഒഴിവാക്കണം. ചിക്കൻ പൊരിച്ചതോ അതല്ലാത്തതോ ഒന്നും കഴിക്കുന്നത് നല്ലതല്ല, അത് ഒഴിവാക്കാം. സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടിനും ചിക്കൻ വളരെ ദോഷം ചെയ്യും. ഇപ്പം നമുക്ക് സ്കിന്നിന് ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ, നിങ്ങൾക്കറിയാം ചിക്കൻ കഴിക്കണം അന്ന് ആ ചൊറിച്ചിൽ പെട്ടെന്ന് കൂടാൻ ഇതുണ്ട്. കാരണം മറ്റ് മീറ്റുകൾക്ക് അങ്ങനെയില്ല, പക്ഷെ ചിക്കന് അത് വളരെ പ്രശ്നമുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. പടവലങ്ങ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. പടവലാതി കഷായം എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിലുണ്ട്. അത് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്ക് കൊടുക്കണ ഒരു കഷായമാണ്. അപ്പോൾ അതിൽ മെയിൻ കണ്ടൻറ്റ് പടവലങ്ങയാണ്. അതുകൊണ്ടാണ് പടവലാതി കഷായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പടവലങ്ങ ഇത് നമ്മൾ ധാരാളമായിട്ട് കഴിച്ചാൽ അത് സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ ബ്രൈറ്റ് ആവാനും സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പടവലങ്ങ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ പടവലങ്ങ ഡയലൈഫിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നന്ദി.